ഹലോ എവ്രി വൺ. നമ്മൾ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്നുള്ള ടോപ്പിക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റത്തെ ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് f of x comma y equal to 4 minus 2x square minus y square at the point 1 comma 1 in the direction of the unit vector u that makes an angle pi by 3 radians with the positive x-axis. അപ്പോൾ ഇവിടെ യൂണിറ്റ് വെക്ടർ യു എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസുമായിട്ട് പൈ ബൈ 3 റേഡിയൻസ് ആണ് ആംഗിൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കോസ് പൈ ബൈ 3 ഐ പ്ലസ് കോസ് പൈ ബൈ 3 ജെ ഈക്വൽ ടു 1 ഐ ബൈ 2 പ്ലസ് റൂട്ട് 3 ബൈ 2 ജെ എന്നാണ് നമുക്ക് കിട്ടുക യൂണിറ്റ് വെക്ടർ. ഇനി u1 ഈക്വൽ ടു 1 ബൈ 2 എന്നും u2 ഈക്വൽ ടു റൂട്ട് 3 ബൈ 2 എന്നും കിട്ടും. അപ്പോൾ ഡി യു ഈക്വൽ ടു du f of x comma y equal to fx of x comma y u1 plus fy of x comma y u2 എന്നാണ് കിട്ടുക. അത് മൈനസ് 4x ഇൻറ്റു 1 ബൈ 2 പ്ലസ് മൈനസ് 2y ഇൻറ്റു റൂട്ട് 3 ബൈ 2. ഇതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് സ്കെയിലാർ പ്രോഡക്റ്റ് എടുത്താലാണ് നമുക്ക് ഡി യു എഫ് ഓഫ് എക്സ് കോമ വൈ കിട്ടുക. ഡി യു എഫ് ഓഫ് 1 കോമ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എക്സിനും വൈക്കും 1 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയായിരിക്കും. Find the അടുത്ത എക്സാമ്പിൾ ആണ്. ഫൈൻഡ് ദ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു ഇ ടു കോസ് 2x e raised to x cos 2y at the point 0 comma pi by 4 in the direction of v equal to 2i plus 3j. അപ്പോൾ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u ഈക്വൽ ടു v ബൈ മോഡ് യു ആയിരിക്കും. ഇവിടെ യൂണിറ്റ് വെക്ടർ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് എടുക്കേണ്ടത്. ഇനി ഇക്വേഷൻ 3 എന്താ പറയണതെന്ന് വെച്ചാൽ വിത്ത് u1 equal to 2 by root 13 and u2 equal to 3 by root 13 വരും. അതിനുശേഷം നമ്മൾ ഡി യു ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ എന്നുള്ളത് എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ u1 പ്ലസ് എഫ് വൈ ഓഫ് എക്സ് കോമ വൈ u2 എന്നുള്ളത് എടുക്കുക. In particular, du of f of 0 comma pi by 4 എന്നുള്ളത് minus 6 root 13 by 13 കിട്ടും. ഇനി gradient of a function of two variables ആണ് നെക്സ്റ്റ് ടോപ്പിക്. Directional derivative du f of x comma y can be written as the dot product of unit vector u equal to u1 I plus u2 j and the vector fx of x comma y I vector plus fj of x comma y j vector. Du of f of x comma y equal to u1 I plus u2 j dot fx xy I plus fy xy j fx xy u1 plus fy xy u2 എന്ന് കിട്ടും. ഇനി ഈ വെക്ടർ എഫ് എക്സ് എക്സ് ബൈ ഐ പ്ലസ് എഫ് വൈ എക്സ് ബൈ ജെ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഒരുപാട് കമ്പ്യൂട്ടേഷൻസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. ആൻഡ് അതിനെയാണ് നമ്മൾ ഗ്രേഡിയൻറ്റ് ഓഫ് എ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഡെൽ എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ ഐ പ്ലസ് എഫ് വൈ ഓഫ് എക്സ് കോമ വൈ ജെ എന്ന് വിളിക്കും. ഡെൽ എഫ് ഈസ് red DLF del f of x comma y is sometimes written as gradient of f of x comma y. അടുത്തത്
Find the gradient of f of x comma y equal to x sine y plus y log x at the point e comma pi. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഗ്രേഡിയൻറ്റ് del f കണ്ടുപിടിക്കണം. del f കണ്ടുപിടിക്കാൻ എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐ വെക്റ്റർ പ്ലസ് എഫ് വൈ ഓഫ് ഐ കോമ വൈ ജെ വെക്റ്റർ എന്നാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എഫ് എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഐ വെക്റ്റർ പ്ലസ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ജെ വെക്റ്റർ എന്ന് എടുക്കാം. അപ്പോൾ സൈൻ വൈ പ്ലസ് വൈ ബൈ എക്സ് ഐ, അതായത് ഈ ഫംഗ്ഷനെ എക്സ് വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇതിൻ്റെ ചെയ്യുമ്പോൾ സൈൻ വൈ കിട്ടും, ഇതിൻ്റെ ചെയ്യുമ്പോൾ വൈ ബൈ എക്സ് കിട്ടും. ഇനി വൈ വെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ വൈ കോസ് വൈ കിട്ടും, ഇതിൻ്റെ എൽ എൻ എക്സ് കിട്ടും. അതിൽ ഈ കോമ പൈയിലുള്ള വാല്യൂസ് എക്സിനും വൈനും റെസ്പെക്റ്റീവ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിക്വയർഡ് ആൻസർ ആയിട്ടുള്ള ഗ്രേഡിയൻറ്റ് കിട്ടും. അടുത്തത് theorem. If f is a differentiable function of x and y, then f has directional derivatives in the direction of any unit vector u. du of f of x comma y equal to del f of x comma y dot u. ഇതിന് ഈ ഇക്വേഷൻ നമ്പർ 4ന് നമ്മളൊരു ജോമെട്രിക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാനായിട്ട് നമ്മളെന്താ ചെയ്യുക? du of f of a comma b equal to del f of a comma b dot u, scalar product, equal to del f of a comma b dot u by mod u, since mod u equal to 1, can be viewed as, so du of f of a comma b can be viewed as scalar component of del f of a comma b. അതാണ് അതിൻ്റെ geometric notion എന്ന് പറയുന്നത്. del f of a comma b യുടെ സ്കേലാർ കമ്പോണൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇനി എക്സാമ്പിൾ 4, let f of x comma y equal to x square minus 2xy. Find the gradient of f at the point 1 comma 2, 1 comma minus 2, and use the result of a to find the directional derivative of f at 1 comma minus 2 in the direction from p of minus 1 comma 2 to q of 2 comma 3. ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഡെൽ എഫ് അതിങ്ങനെ കിട്ടും. അതിൽ 1 comma minus 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഇങ്ങനെ കിട്ടും 6i minus 2g എന്ന് കിട്ടും. The desired direction is given by the direction of the vector pq equal to 3i plus j. The unit vector that has the same direction as pq is u equal to 3 by root 10 I plus 1 by root 10 j. Using equation number 4, we obtain du of f of n comma minus 2 equal to del f of 1 comma minus 2 dot u equal to 6i minus 2j dot 3 by root 10i plus 1 by root 10 j. Approximately 5.1 കിട്ടും. ഇനി properties of gradient. Following theorem gives some important properties of the gradient of f. Suppose f is differentiable at the point x comma y. If del f of x comma y equal to 0, du of f of x comma y equal to 0 for every u. അതായത് ഇത് അതിൻ്റെ ഡയറക്ഷണൽ ഡെറിവേറ്റീവ് ആണ്. ഇനി maximum value of du of f of x comma y is modulus delta of f of x comma y. and ഇത് എപ്പോഴാണ് വരിക? യുവിനും del fനും സെയിം ഡയറക്ഷൻ ഉണ്ടാവുമ്പോൾ, that is u parallel to
U parallel to del F. U parallel to del F. ഇനി അതിൻ്റെ മിനിമം വാല്യൂ വരിക U ആൻറ്റി പാരലൽ. Anti parallel to del F. Suppose del F of x comma y equal to 0. Proof ആണ്. Then for any u equal to u1 I plus u2 j, we have du of f of x comma y equal to del f of x comma y dot u equal to 0 I plus 0 j dot del 0 dot u1 I plus u2 j equal to 0. Next, if del f of x comma y not 0, du of x comma y equal to del f of x comma y dot u equal to not del f of x comma y into mod u cos theta to mod of del f of x comma y cos theta. Property theorem 3 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഇൻക്രീസസ് del എഫിൻ്റെ ഡയറക്ഷനിൽ എഫ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മൾ ഡയറക്ഷൻ ഓഫ് സീപ്പസ്റ്റ് അസെൻഡ് എന്നും അതിൻ്റെ എഫ് ഡിക്രീസ് ചെയ്യുന്നത് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൈനസ് del എഫ് ഓഫ് എക്സ് കോമ വൈനെ ഡയറക്ഷൻ ഓഫ് സ്റ്റീപ്പസ്റ്റ് ഡിസെൻഡ് എന്നാണ് പറയുക. അടുത്തത് നമ്മൾ ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ് എടുക്കുകയാണ്. അടുത്ത ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ്. 13.6 ലാസ്റ്റ് ടോപ്പിക്കാണ്. Definition of directional derivatives and the gradient of f of 3 or more variables, 2 or more variables similar ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ആൾജിബ്രിക് റിസൾട്ട്സ് നമുക്ക് കേസ് ഓഫ് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസിൽ ഏതായിരുന്നു അതേ രീതിയിൽ തന്നെയായിരിക്കും ഇതിലും വരിക, 3 or more വേരിയബിൾസിലും വരിക. Directional derivatives and gradient of a function of 3 variables. F function of x comma y comma z ആണ്. u equal to u1 I plus u2 j plus u3 k. v unit vector ആണ്. Directional derivative of f in the direction of u is given by du of f of x comma y comma z equal to fx of x comma y comma z u1 plus fy of x comma y comma z u2 plus fz of x comma y comma z u3. The gradient of f is del f of x comma y comma z equal to fx of x comma y comma z I plus fy of x comma y comma z j plus fz of x comma y comma z. We also write du of f of x comma y comma z equal to del f gradient dot unit vector എന്ന് എഴുതാറുണ്ട്. ഇനി ഇതിൽ കുറച്ച് കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. 13.7 ടാൻജന്റ് പ്ലെയിൻസ് ആൻഡ് നോർമൽ ലൈൻസ്. അതിലെന്താ പറയണതെന്ന് വെച്ചാൽ ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേർവിനറ്റിയ പോയിന്റിലുള്ള ടാൻജന്റ് ലൈൻ ഈ പ്ലെയിൻ എന്ന് പറയുന്നത് ഈ സെയിം ആസ്
be similar as tangent plane to the surface in space. അപ്പോൾ അവിടെ സർഫസ് ആയിരുന്നു, ഇവിടെ 2Dയിൽ അത് കേർവ് ആയിരുന്നു. അവിടെ 3Dയിൽ സ്പേസ് ആണ്, 2Dയിൽ പ്ലെയിൻ ആണ്, അവിടെ ടാൻജന്റ് പ്ലെയിൻ ആണ്, ടാൻജന്റ് ലൈൻ ആണ്. അത്രയേ ഉള്ളൂ. Curve may be approximated by the tangent line near a point of tangency. Our motivation for studying tangent planes to a surface of space is the same as that for studying tangent lines to a curve. Geometric interpretation of gradient എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we begin by looking the geometric interpretation of a gradient of a function. ഒരു gradient of a functionന്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് the vector will play a central role in our effort to find the tangent plane to the surface. ആ സർഫസിനുള്ള ടാൻജന്റ് പ്ലെയിൻ കണ്ടുപിടിക്കാനായിട്ട് വെക്ടർ ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. സപ്പോസ് ടെമ്പറേച്ചർ, ഒരു പോയിന്റിലുള്ള ടെമ്പറേച്ചർ നമ്മൾ T=f(x, y) എന്ന് ഡിനോട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ആ ലെവൽ കർവ്, ആ പോയിന്റിലുള്ള ലെവൽ കർവ് f(x, y) = c, where c is a constant gives the set of points in the plane that have temperature c. ഇതിനെ നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കർവിനെ നമ്മൾ ഐസോതെർമൽ കർവ് എന്നാണ് വിളിക്കുക. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് പറയുന്നത്. ലെവൽ കർവ് f(x, y) = c at point P. അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യാം. എക്സാമ്പിൾ 1, let f(x, y) = x² - y². Find the level curve of f passing through the point 5,3. Also find the gradient of f at the point and make a sketch of both the level curve and the gradient vector. നമുക്ക് തന്നിട്ടുള്ളത് f(5,3) ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ അവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x² - y² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 16 എന്ന് കിട്ടും. 25 - 9 = 16 എന്ന് കിട്ടും. Del f(x, y) = 2xi - 2yj. Del f(5,3) = 10i - 6j എന്ന് കിട്ടും. ഇനി അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കൂടി ഉണ്ടാകുന്നത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി അടുത്തത് പോകുന്നത് tangent planes and normal lines എന്നുള്ള ടോപ്പിക്കിലേക്കാണ്. We are now in a position to define a tangent plane to the surface of in space. ഒരു സ്പേസിലുള്ള ഒരു സർഫസിലുള്ള ടാൻജന്റ് പ്ലെയിൻ ഡിഫൈൻ ചെയ്യാനുള്ള പൊസിഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷെ അത് ചെയ്യുന്നതിന് മുന്നേ നമ്മളിത്തിരി റെപ്രസെൻറ്റേഷൻ ഓഫ് സർഫസസ് ഇൻ സ്പേസ് നോക്കണം. Up to now, we have assumed that a surface in space is described by the function z = small f of x, y. Another way of describing surface in space എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ capital F of x, y, z = 0. ഈ രണ്ട് രീതിയിലും ഒന്നില്ലെങ്കിൽ z = f of x, y എന്നും z = x² + y², അല്ലെങ്കിൽ x² - y², ആ ഫോമിലും, അല്ലെങ്കിൽ capital F of x, y, z = 0, x² + y² - z = 0 എന്നുള്ള രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. Thus we can think of equation 1 as representing level surface of f. For a surface S that is given explicitly by z = f of x, y, we define f of x, y, z = z minus f of x, y. അപ്പോൾ രണ്ട് റെപ്രസെൻറ്റേഷൻ കൂടെ കണക്ട് ചെയ്യുന്നതാണ് ഈ ലൈൻ. ഈ ഡെഫിനിഷൻസ്: ടാൻജന്റ് പ്ലെയിൻ ആൻഡ് നോർമൽ ലൈൻ. Let P of a, b, c be a point on a surface S defined by capital F of x, y, z = 0, where f is differentiable at P. And suppose del f of a, b, c is non-zero, then the tangent plane at 2S at P is the plane that passes through P and has normal vector del f of a, b, c.
Normal line to S at the point P. Normal line to S, normal line to S at the plane P is that passes through point and has normal vector del f of a comma b comma c. Normal line to S is P is a line that passes through the point P and has the same direction of del f of x a comma b comma c. ടോപ്പിക് കഴിഞ്ഞു. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാണ്. Extrema of two variables. Relative extrema and absolute extrema. നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു solution of a problem often reduces to finding extrema values of a function of one variable. ഒരു വൺ വേരിയബിൾ ഫംഗ്ഷൻ്റെ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്ട്രീമ വാല്യൂസ് കണ്ടുപിടിക്കുന്നതിന് ഈക്വൽ ആണ്, ഇക്വാലൻ്റ് ആണ്. Similar situation arises when we solve problems of involving function of two or more variables. അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ relative extrema of a function of two or more variables ആണ് എന്നുള്ളതാണ് heading. Let f be a function defined on a region R containing the point a comma b. Then f has a relative maxima at a comma b if f of x comma y less than or equal to f of a comma b for all x y in the open disk containing a comma b. ആ എ കോമ ബിയുടെ ഒരു ഓപ്പൺ ഡിസ്കിലുള്ള എല്ലാ ഫംഗ്ഷൻ വാല്യൂസും ഈ പെർട്ടിക്കുലർ പോയിന്റിനേക്കാൾ ലെസ് ദാൻ ഒരു ഈക്വൽ ടു ആണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് മാക്സിമം എന്ന് പറയും. ആൻഡ് ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂവിന് റിലേറ്റീവ് മാക്സിമം വാല്യൂ എന്ന് പറയും. സിമിലർലി റിലേറ്റീവ് മിനിമം, ആ ഓപ്പൺ ഡിസ്കിലുള്ള എല്ലാ ഫംഗ്ഷൻ വാല്യൂസും ഈ പോയിന്റിനേക്കാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ആ പോയിന്റിന് റിലേറ്റീവ് മിനിമം എന്നും പോയിന്റിലെ ഫംഗ്ഷൻ വാല്യൂവിന് റിലേറ്റീവ് മിനിമം വാല്യൂ എന്നും പറയും. ഇനി ക്രിട്ടിക്കൽ പോയിന്റ്സ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോസ് ഫിഗർ കാണിക്കുന്നത് ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എഫ് വിത്ത് റിലേറ്റീവ് മാക്സിമം അറ്റ് എ പോയിന്റ് എ കോമ ബി ആണ് ഒരു ഡൊമെയിൻ ഓഫ് എഫിന്. ആസ് യു കെൻ സി ടാൻജന്റ് പ്ലെയിൻ ടു ദ സർഫസ് ഇസ് ഈക്വൽ ടു f of x comma y at the point a comma b comma f of a comma b is horizontal. This means that all the directional derivative of f at a comma b, if they exist, may be 0. In particular, fx of a comma b equal to 0 and fy of a comma b equal to 0. Next, figure 2b show that the graph of a function with relative maximum at the point a comma b, note that what fx of a comma b and fy of a comma b do not exist because the surface x at equal to f of a comma b has a point a comma b comma f of a comma b that look jagged mode. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് fx of a comma bയും fy of a comma bയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കണ്ടീഷൻ വരും 2bയിലുള്ള കേസിൽ. ഇവിടെ ജാഗ്ഡ് മൗണ്ടെയിൻ പോലെ വന്നുകൊണ്ട് അവിടെ റിലേറ്റീവ് എക്സ്ട്രീമ റിലേറ്റീവ് മാക്സിമം പോയിന്റ് എ കോമ ബി ആണ്. പക്ഷെ അവിടെ ഒരു ജാഗ്ഡ് മൗണ്ടെയിൻ ആയത് കാരണം എഫ് എക്സ് ഓഫ് എ കോമ ബി എഫ് ഐ ഓഫ് എ കോമ ബി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വരും. അടുത്തത് ക്രിട്ടിക്കൽ പോയിന്റ്.
defined on an open region are containing the point A, B. We call A, B is a critical point. In fx and or fy do not exist at AB. fx or fy or AB do not exist. Both fx of A, B equal to 0 and fy of A, B equal to 0. ഇനി അടുത്ത് പറയാൻ പോകുന്ന തിയറം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് എക്സ്ട്രീമം ഓഫ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ ഓപ്പൺ റീജിയൻ ക്യാൻ occur only at a critical point of f. അതായത് എക്സ്ട്രീമം റിലേറ്റീവ് എക്സ്ട്രീമം എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് മിനിമം റിലേറ്റീവ് മാക്സിമവും എക്സിസ്റ്റ് ചെയ്യുന്നത് എഫിൻ്റെ ഒരു ക്രിട്ടിക്കൽ പോയിന്റ്. ഇഫ് ഇറ്റ് എക്സിസ്റ്റ് അറ്റ് എ ക്രിട്ടിക്കൽ പോയിന്റ്, ആ പോയിന്റിലായിട്ടായിരിക്കും റിലേറ്റീവ് എക്സ്ട്രീമം എക്സിസ്റ്റ് ചെയ്യുന്നത്. Critical points are candidates for relative extremum. F has a relative extremum, relative maximum or relative minimum at a point A, B in the domain of F, then A, B must be a critical point of EV. If F in a relative maximum or relative minimum, relative extremum ഒരു പോയിന്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഡൊമൈനിലാണെങ്കിൽ ആ പോയിന്റ് അതിൻ്റെ ക്രിട്ടിക്കൽ പോയിന്റ് ആയിരിക്കും. അതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഈ ഫേസർ എഫ് എക്സ് ഓർ എഫ് വൈ എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് എ ബി, ദെൻ എഫ് എ കോമ ബി ഈസ് എ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എഫ്. സോ സപ്പോസ് ദാറ്റ് ബോത്ത് എഫ് എക്സ് ഓഫ് എ കോമ ബി എഫ് ഐ ഓഫ് എ കോമ ബി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് എക്സ് എഫ് ബി. If f has a relative extrema at a, B, then g has a relative extrema at a. G dash of a equal to 0. G dash of x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of a, h, a plus h, b minus f of a, b by h equal to fx of a, b. Therefore fx of a, b 0 ആണ്. Similarly fy of a, b similar ആണ്, 0 ആണ്. എക്സാമ്പിൾ നോക്കാം. If fxy equal to x square plus y square minus 4x minus 6y plus 70, find the critical point of f. Find the critical point of f and show that f has relative minima at that point. Find the critical point of f. We compute fx of x comma y 2x minus 4 equal to 2 into x minus 2. Fy of a comma b equal to 2y minus x equal to 2 into y minus x. Observe that both of fx and fy are continuous. They are continuous at all values of x and y. Setting fx and fy equal to 0, fy we find that x equal to 2 and y equal to 3. So 2 comma 3 is the only critical point of f. Next, to show that f has a relative minimum at this point, we complete the squares in x and y and write f of x comma y. അപ്പോൾ completing the square മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. fx comma y equal to x minus 2 whole square plus y minus 3 whole square plus 4. And note that x minus 2 whole square is equal to 0, y minus 3 whole square is equal to 0, f of xy is again greater than equal to 0, since 4 is also greater than equal to 0 for all x comma y in the domain of f. Therefore f of 2 comma 3 equal to 4 is a relative minimum value of f. In fact, we have shown that 4 is the absolute minimum value of f. The graph of f shown in the figure confirms this result. അടുത്തത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. റിലേറ്റീവ് എക്സ്ട്രീം ഒക്കെയുള്ള സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമ്മൾ വൺ വേരിയബിൾ ഫംഗ്ഷനിൽ പഠിച്ച സെയിം കോൺസെപ്റ്റ് ആണ്.
എക്സാമ്പിൾ 1 3 നമുക്ക് സിമ്പിൾ algebraic മാനിപ്പുലേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റി. Where f did not possess a relative x at the critical point. For more complicated functions, the following test may be used. The test is the analog of the second derivative test for a function f of one variable. അതിൻ്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല, തിയറം മാത്രമേ പഠിക്കാനുള്ളൂ. തിയറം 2 എന്ന് പറയുന്നത് the second derivative test for a function of two variables. Suppose f in a continuous second order partial derivatives under the open region containing a critical point a comma b of f. d of x comma y equal to f x comma y into f y x comma y minus f x y square x comma y. ഇതാണ് d of x comma y എന്നുള്ളതെന്ന് വിചാരിക്കാം. d of a comma b equal to f double x a comma b less than 0 അങ്ങനെയാണെങ്കിൽ റിലേറ്റീവ് മാക്സിമം ആണ്. നെഗറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് മാക്സിമം ആണ്. എഫ് എക്സ് എക്സ് എ comma b പോസിറ്റീവ് ആണെങ്കിൽ റിലേറ്റീവ് മിനിമം ആണ്. ഇനി ഡി ഓഫ് എ കോമ ഇത് രണ്ടും ഡി ഓഫ് എ കോമ ബി പോസിറ്റീവ് ആവുന്ന കേസാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പഠിക്കേണ്ടത് ഡി ഓഫ് എ കോമ ബി പോസിറ്റീവ് ആവുന്ന കേസിൽ എഫ് ഡബിൾ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ റിലേറ്റീവ് മാക്സിമം ആണ്. എഫ് ഡബിൾ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റിലേറ്റീവ് മിനിമം ആണ്. എഫ് ഡബിൾ എക്സ് ഓഫ് എ കോമ ബി ലെസ് ദാൻ 0 ആണെങ്കിൽ എ കോമ ബി കോമ എ ഓഫ് എ കോമ ബി എന്ന് പറഞ്ഞാൽ സാഡിൽ പോയിന്റ് ആണ്. ഈക്വൽ ടു 0 ആണെങ്കിൽ ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കേണ്ടതാണ്. അടുത്തത് ഫൈൻഡിങ് ദ അബ്സല്യൂട്ട് എക്സ്ട്രീമം വാല്യൂസ് ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ക്ലോസ്ഡ് സെറ്റ്. ക്ലോസ്ഡ് സെറ്റ് എന്താണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ എല്ലാ ലിമിറ്റ് പോയിന്റ്സും ആ സെറ്റിൽ ഇൻക്ലൂഡഡ് ആകുമ്പോൾ ആ സെറ്റ് ക്ലോസ്ഡ് ആണെന്ന് പറയുന്നത്. The extreme values of a function of two variables. If f is a continuous and closed bounded set D in the plane, then f attains a absolute maximum value f of a comma b at some point a comma b in D, and absolute minimum value f of c comma d at some point c comma d in D. Finding absolute extremum values on a closed bounded set D. Find the values of f at critical points of f in D. Find the extremum values of f on the boundary of D. The absolute maximum value of f and absolute minimum value of f are precisely the largest and smallest numbers found in steps 1 and 2. അടുത്ത ടോപ്പിക്ക് നമ്മുടെ മൊഡ്യൂൾ 2-ലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ലഗ്രാഞ്ച് മൾട്ടിപ്ലയേഴ്സ്, constrained maxima and minima. Many practical applications or practical optimization problems involve maximizing or minimizing objective function. ഒരുപാട് പ്രാക്ടിക്കൽ ഒപ്റ്റിമൈസേഷൻ പ്രോബ്ലംസിന് മാക്സിമൈസേഷൻ ആൻഡ് മിനിമൈസേഷൻ ഓഫ് ഒബ്ജക്റ്റീവ് ഫങ്ഷൻ സബ്ജക്റ്റ് ഉണ്ട്, or site conditions ഉണ്ടാവും. എക്സാമ്പിൾ 5-ൽ സെക്ഷൻ 13.8-ൽ we obtain the problem of maximizing the volume function v of x comma y comma z equal to x y z. Subject to condition g of x comma y comma z equal to x plus 2y plus 2z equal to 108. അപ്പോൾ വോളിയം എന്നുള്ള ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുകയാണ് വിത്ത് റെസ്പെക്ട് ടു ഒരു ഗിവൺ കൺസ്ട്രെയിൻ. ഒരു ഒപ്റ്റിക്കൽ ഓപ്പറേഷണൽ റിസർച്ച് പ്രോബ്ലം പോലെയാണ്. ഒരു ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുകയാണ് വിത്ത് റെസ്പെക്ട് ടു അനദർ കണ്ടീഷൻ.
optimization problems എന്ന് പറയുന്നത്. In this case, the constraints express the condition that the combined length plus girth of a package is 118 maximum allowed postal regulations. As another example, consider a problem encountered in the construction of a AC transformer. Here we require to find the closed-shaped iron core of largest surface area that can be inserted into a coil of radius C. With practical application in terms of x and y, we see that the surface of iron core equal to s equal to 4xy plus 4y into x minus y equal to 8x by minus y square. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് the method of Lagrange multipliers. We will now consider a method. ഈ മെത്തേഡിന്റെ method of Lagrange multipliers എന്നാണ് പറയുന്നത്. ഇത് obviates the need to solve constraint equation of one variable in terms of the other variables. To see how this method works, let's re-examine the problem of finding the absolute minimum of the objective function f subject to a constraint g of x comma y equal to k that we considered earlier. From figure 3.3a shows that the level curves of f drawn in xyz coordinate system, these level curves are reproduced in the xy plane. Lagrange's theorem. നമ്മൾ ഇവിടെ ലഗ്രാഞ്ചസ് തിയറം പഠിച്ചിട്ടുണ്ട്. ഇതിൽ കാൽക്കുലസിൽ വരുന്ന മറ്റു വേരിയബിളിൽ വരുന്ന ഒരു ലഗ്രാഞ്ചസ് തിയറാണ് ഇത്. f and g have continuous first partial derivatives in some region d in the plane. f എന്ന ഫംഗ്ഷനും g എന്നുള്ള ഫംഗ്ഷനും ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആയ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് d എന്നുള്ള റീജിയനിൽ ഉണ്ടെന്ന് വിചാരിക്കുക. d എന്നുള്ള റീജിയൻ ഒരു പ്ലെയിനിലുള്ള ഒരു റീജിയൻ ആണ്. If f in an extremum at a point a comma bm on the smooth constraint curve g of x comma equal to c lying in d and delta g del g a comma b not equal to 0, then there is a real number lambda such that del f of a comma b equal to lambda del g of a comma b. Remember, lambda in theorem word is called the Lagrange multiplier. അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്ന് വെച്ചാൽ, സപ്പോസ് സ്മൂത്ത് കർവ് ഡിസ്ക്രൈബ് ബൈ gxy equal to c and is represented by the vector function r of t equal to x of t I plus y of t j. R dash of t is non-zero, where x dash and y dash are continuous open intervals I. Then the values assumed by f on c is given by h of t equal to f of x of t comma y of t. x composition ആണ് f of x comma x of t comma y of t for t in I. Suppose that f has an extreme value at a comma b. If t is the point in I corresponding to the point a comma b and h is an extreme value at t naught, therefore h dash of t naught equal to 0. Using the chain rule, we have x h dash of t naught equal to fx of t naught x dash of t naught f plus fy of x of t naught plus x y of t naught into y dash of t naught equal to del f of a comma b dot r dash of t comma 0 equal to 0. ഇതെന്താ കാണിക്കുന്നത്? ഡെൽ എഫ് ആർ ഡാഷിന് ഓർത്തോഗണലാണ്, അതുകൊണ്ടാണ് അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 വന്നത്. ഓർത്തോഗണൽ ആകുമ്പോഴായിരിക്കും എന്ത് വരിക?
dot product 0 വരിക. But as we demonstrated in section 13.7, del G is orthogonal to R of T naught. അപ്പോൾ gradient vectors del F R ഡാഷിന് orthogonal ആണ്, del Gയും ഡാഷിന് orthogonal ആണ്. orthogonal ആകുമ്പോൾ എന്താ del dot product എടുക്കുന്ന സമയത്ത് സൈൻ 0 വരും, അല്ല കോസ് 90 വരും, കോസ് 90 0 ആണ്. അപ്പോൾ ഇത് 0 ആയിട്ട് വരും. അപ്പോൾ അത് രണ്ടും ഓർത്തോഗണലായതാണ്, അവ രണ്ടും പാരലൽ ആയിരിക്കും. അപ്പോൾ ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ടൈംസ് ഡെൽ ജി എന്ന് കിട്ടും. അടുത്തത് നമ്മൾ പഠിക്കാനുള്ളത് മെത്തേഡ് ഓഫ് ലഗ്രാഞ്ചി മൾട്ടിപ്ലയേഴ്സ് ആണ്. Method of Lagrange multipliers on suppose f and g have continuous first partial derivatives. To find the maximum and minimum values of f subject to the constraint g of x comma y comma z equal to k. Assume that these maximum values and that del g is non-zero and g of x comma y comma z equal to k. Suppose equation del f equal to lambda del g of x comma y comma z equal to k. Evaluate f at each solution point found in step 1. The largest value yields the constraint maximum of f and smallest value is the constraint maximum f. Note, del f of x comma y comma z equal to fx of x comma y comma z I plus fy of x comma y comma z j plus fz of x comma y comma z k. Del g equal to gx of x comma y z I plus gy of x comma y comma z j plus gz of x comma y comma z k. We see by equating the like components the vector equation del f equal to lambda del g is equation to the three scalar equations given here. These scalar equations together with the constraint equation gives a system of four equations to be solved for the four unknowns x comma y comma z comma j. Find the maximum and minimum values of f of the function f of x comma y equal to x square minus 2y subject to x square plus 2y x square plus y square equal to 9. ആ സർക്കിളിനെ കൺസ്ട്രൈൻറ്റ് ആക്കി വെച്ചിട്ട് ഈ ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? del f എന്ന് പറഞ്ഞാൽ 2xi മൈനസ് 2j എന്ന് കിട്ടി. del g എന്ന് പറഞ്ഞാൽ 2xi പ്ലസ് 2ij എന്ന് കിട്ടി. del f ഈക്വൽ ടു ലാംഡ g എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ 2xy minus 2j equal to lambda 2xi minus 2yj equal to 2xi plus 2yj. Equating the three components and rewriting the constraint equation lead to the following system of linear equations in the three variables x, y and lambda. നമുക്ക് lambda equal to 1 എന്ന് കിട്ടും. x equal to 0, lambda equal to 1. If x equal to 1, then the equation 1c gives y equal to plus or minus 3. If lambda equal to 1, then the equation 1b gives y equal to minus 1. This substitution ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എക്സ്ട്രീം പോയിന്റ്സ് 0, minus 3, 0, 1, minus 2 root 2, minus 1, 2 root 2, 1. Evaluating at each of these points gives f of 0, minus 3 equal to 6. f of 0, 3 equal to minus 6, f of minus 2, 2 equal to minus 1 equal to 10, f of 2, root 2, minus 1 equal to 10.
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒപ്റ്റിമൈസ് a function subject to two constraints ആണ്. രണ്ട് ഡിഫറെൻറ്റ് കൺസ്ട്രെയിൻസ് വെച്ചിട്ട് ഒരു given function ഒപ്റ്റിമൈസ് ചെയ്യുന്ന കാര്യമാണ്. അതെന്താ, സം ആപ്ലിക്കേഷൻസ് ഇൻവോൾവ് ടു ഓർ മോർ കൺസ്ട്രെയിൻസ്. ആ കേസിൽ നമ്മൾ ജി ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഈക്വൽ ടു കെ എന്ന് എച്ച് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഈക്വൽ ടു എൽ എന്ന് എടുക്കും. എന്നിട്ട് ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഡെൽ ജി ഈക്വൽ ടു മ്യൂ ഡെൽ എച്ച് എന്ന് എടുക്കും. രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് geometrically we are looking for the extreme values of x comma y comma z on the curve of intersection of the level curves g of x comma y comma z equal to k, h of x comma y equal to z equal to l. അപ്പോൾ ഈ എടുത്ത കണ്ടീഷൻ it's a statement that the extremum point f of a comma y is the gradient of f must lie in the plane determined by the gradient of g and gradient of h. The vector equation in iron is equivalent to three scalar equations when combined with the two constraints equations. This leads to a system of 5 equations that can be solved for the 5 unknowns x, y, z, lambda, mu. ഇതിൽ കുറച്ച് കോൺസെപ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 13th ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അതിനകത്തുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, find the maximum and minimum values of f of function f of x comma y equal to 3x plus 2y plus 4z subject to constraints x minus y plus 2z equal to 1, x square plus y square equal to 4. അപ്പോൾ g എന്ന് പറഞ്ഞാൽ x minus y plus 2z equal to 1 ആണ്. h എന്ന് പറഞ്ഞാൽ x square plus y square equal to 4 ആണ്. Then the equation del f of x comma y equal to lambda del g of x comma y plus mu del h of x comma y. അത് ഇക്വേറ്റ് ചെയ്യുക. നമുക്ക് 5 ഇക്വേഷൻസ് കിട്ടും. 3 equal to del plus 2 mu z 2 mu x, 2 equal to minus lambda plus 2 mu y, 4 equal to 2 lambda, x minus y equal plus 2z equal to 1, x square plus y square equal to 4. From equation 10c, we have lambda equal to 2. Next is substitution of value of lambda in equations 10a and 10b. We have 1 equal to 2 mu x, 4 equal to 2 mu y. ആ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂസ് അടുത്ത ഇക്വേഷനിൽ 10bയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മ്യൂ സ്ക്വയർ ഈക്വൽ ടു 17/16, z ഈക്വൽ ടു 1/2 1 + or - 6√17 കിട്ടും. വാല്യൂ ഓഫ് എക്സ് അറ്റ് ദ പോയിന്റ് 2/√17, x by √17, 1/2 plus 3/√17 is equal to 2 into 1 plus √17 കിട്ടും. Value of the point -2/√17 equal to comma -8/√17 plus 1/2 minus 3/√17 equal to 2 into 1 minus √17 കിട്ടും. ജസ്റ്റ് നമ്മൾ ഇക്വേഷൻസ് ലീനിയർ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും കാണാം. ഏതെങ്കിലും പോർഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്തിട്ട് നോക്കിയിട്ട് ചോദിക്കുക. താങ്ക് യു.